ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അയക്കൂറ വെച്ചിട്ടാണ് ഇന്ന് ബിരിയാണി വെക്കാൻ പോകുന്നത്. അയക്കൂറ അറക്കുക എന്നൊക്കെ ഈ മീനിന് പറയട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് അറക്കുക എന്നാണ് പറയുക, പല സ്ഥലത്തും അയക്കൂറ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മസാലയിൽ നല്ല അടിപൊളി അയക്കൂറ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതിനിടയിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് എങ്ങനെ അയക്കൂറ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ല അയക്കൂറ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന മസാലയാണ് തേച്ചെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പെരുംജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര ഐറ്റംസ് ചേർത്തിട്ടാണ് കേട്ടോ ഈ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ടും തയ്യാറാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് കുറച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മീനിൻ്റെ പീസസിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മീനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ എല്ലാ പീസസിലും മസാല നന്നായി തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ മസാല തേച്ച ഫിഷ് ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്കിതിനുള്ള ബാക്കി ഐറ്റംസൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഉള്ളി പൊരിക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 6 സവാളയാണ്. 1.5 കിലോ അരിക്ക് വേണ്ടിയിട്ടുള്ള കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. 1.5 കിലോ അരിക്ക് 6 സവാള മീഡിയം സൈസുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ടി കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓയിൽ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടിയിട്ടല്ലല്ലോ പൊരിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും മതി, ഇനി വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഭാഗത്തിലാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. പിന്നെ ഇത്രയും ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ. അത് ഉള്ളി പൊരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഓയിൽ നമ്മൾ എടുക്കുന്നത്. ഇനി പൊരിച്ച ഉള്ളിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി അതേ സെയിം പാനിലേക്ക് ഞാനൊരു 3 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു കഷ്ണം കറുവപ്പട്ട, 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇത്രയും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിയുടെ നിറം മാറി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പച്ചമസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓയിലിൽ കിടന്ന് നന്നായി ഒന്ന് സോട്ടായി വരട്ടെ. അപ്പോൾ അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഒരു 5 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടണം, അതുവരെ ഒന്ന് വാട്ടിക്കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ വാടി കിട്ടുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച മീനൊക്കെ പൊരിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം സമയം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച മീനിൻ്റെ പീസസൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആവട്ടെ. ആ സമയത്ത് നമ്മളിവിടെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇത് നമ്മുടെ മീനൊക്കെ ഇവിടെ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് കുക്കാവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് നമ്മൾ തവി വെച്ചൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ.
അങ്ങനെ തക്കാളി ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പേസ്റ്റ് രൂപത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മീനൊക്കെ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ബാക്കി നമുക്ക് ദമ്മിൽ കിടന്നിട്ട് കുക്കായിക്കോളും. അപ്പോൾ ഞാൻ മസാലയും ഫിഷും ഒരേ സമയത്ത് തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടവിട്ട് കാണിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിച്ചാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് മീനൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫിഷൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അടുത്തതായി ഉള്ളി പൊരിച്ചത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ കൈ വെച്ചായാലും ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഈ മസാലകളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഉള്ളി പൊരിച്ചതും തക്കാളിയും എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മസാലയ്ക്ക് തീരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില, 1 പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച മീനിൽ നിന്ന് 1-2 പീസസ് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം. അത് മിക്സായ ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. പുളിപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ടേബിൾ സ്പൂൺ തൈരും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ തുടങ്ങാം. റൈസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് കുക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതല്ല, അത് കാരണം ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. എന്നാലും ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ അരിയാണ് കേട്ടോ. ചെറിയ ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെള്ളം തിളച്ച് വരുമ്പോൾ കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പൂ എന്നിവ ചേർത്ത് ഉപ്പും ചേർത്ത് റൈസ് ഒരു 75% ആകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ പോകുന്ന പാത്രത്തിൽ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ജീരകശാലയോ ബർക്കത്തോ ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ തുടക്കക്കാർക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ബിരിയാണി റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതെന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കണം. അതിൽ റൈസ് കുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷുകളൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയറായിട്ട് വീണ്ടും റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അതല്ല ഇടവിട്ട് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മീനൊക്കെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് ബാക്കിയുള്ള മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ ലെയറായിട്ട് ഞാൻ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഇട്ട് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കാഷ്യൂ നട്ട്, കിസ്മിസ്, ഉള്ളി പൊരിച്ചത് അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതിൽ തേങ്ങാപ്പാൽ 2-3 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇത്രയായതിനു ശേഷം നമുക്കിനി അടച്ചു വെച്ച് കുറച്ച് നേരം ദം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുന്ന സമയത്ത് മീനുകളൊന്നും ഉടയാതെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല കിടിലൻ മസാലയിൽ അടിപൊളി ബിരിയാണിയാണ്. ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ മീനൊന്നും ഒട്ടും അടഞ്ഞിട്ടില്ല, അത് അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ മസാലയാണ്, ആ മീനിൽ നന്നായി കോട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് മസാലയൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എല്ലാ സജഷൻസും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി കിടിലൻ വീഡിയോസുമായിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.